Hello guys, so welcome back to another video guys. ഇന്ന് AMD Ryzen 9 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AMD Ryzen 9 9950X 3D വെച്ചിട്ടുള്ള ഒരു അടിപൊളി വിഷൻ ബിൽഡ് ആണ് നമ്മൾ PC ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഡിവിജ്വൽ കോമ്പണന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഈ ഒരു ബിൽഡ് ഒരു യൂട്യൂബറിന് വേണ്ടിയാണ്. പുള്ളിക്കാരന്റെ പേര് ഡ്യൂട്ട്സർ ഗെയിമിംഗ് എന്നാണ്. മുഹമ്മദ് ആദിൽ എന്നാണ് പുള്ളിയുടെ പേര്. തൃശ്ശൂരാണ്. അപ്പോൾ ഈ ഒരു ബിൽഡ് നമ്മൾ ഷിപ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബിൽഡ് കാണുമ്പോൾ അറിയാം ഒരു ബ്ലാക്ക് തീമിൽ ഒരു ഗോൾഡൻ കളറിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് ഇതിന്റെ തീമും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഇതിലെ പ്രൊസസർ ഉപയോഗിച്ചിരിക്കുന്നത് AMD Ryzen 9 9950X 3D ആണ്. ഇപ്പോൾ വളരെ റീസെന്റ് ഇറങ്ങിയ ഒരു 69 to 70,000 അടുപ്പിച്ച് വില വരുന്ന ഒരു പ്രൊസസറാണ് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഗെയിമിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് എന്ത് തന്നെ ടാസ്ക് ആയാലും ഇനി ഒരു 5 വർഷത്തേക്ക് ഈ ഒരു PC-യിൽ ₹1 പോലും നിങ്ങൾക്ക് മുടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതേപോലെ ബിൽഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കമ്മിയാണ്, ഒരു 10-15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് 9800X 3D ആണ്. ഗെയിമിംഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ പ്രൊസസർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് 9800X 3D ആണ്. മദർ ബോർഡ് ചോയ്സ് ആയിട്ട് MSIയുടെ Pro B850 Wi-Fi ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡ്. 850 ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ 650 ഉണ്ടായിരുന്നു DDR5 AM5 വരുന്നത്. അതേപോലെ തന്നെ 550 450 അങ്ങനെ ഓരോ ചിപ്സെറ്റും വരും. 8000 അല്ലെങ്കിൽ 800 ചിപ്സെറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് X870 ആണ്. അത് നമ്മൾ നേരത്തെ പല വീഡിയോകളിലും നിങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. X870E ടോമഹോക്കും കാർബൺ വൈഫൈയും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബോർഡ് എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ മദർ ബോർഡ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന മദർ ബോർഡിൽ അവൈലബിൾ ആണ്. 650 നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ് 850യുടെ ഈ ഒരു മദർ ബോർഡ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് അടുത്തൊരു വേർഷൻ എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്ലസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടോമഹോക്ക് ആണ്. അതൊക്കെ റേറ്റ് അത്യാവശ്യം ഒരു 3000-4000 രൂപയുടെ ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബിൽഡൊക്കെ ചെയ്യുകയാണെങ്കിൽ 850യുടെ പ്രോ സീരീസ് ആയാലും ഗെയിമിംഗ് പ്ലസ് ആയാലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ആയിരിക്കും. 20,000 തൊട്ട് 22,000 രൂപ ബഡ്ജറ്റിനകത്തൊക്കെയാണ് ഈ ഒരു മദർ ബോർഡിന്റെ റേറ്റ് വരിക. ഗൈസ് മെമ്മറി ആയിട്ട് എഡേറ്റ XPG Lancer 6000 MHz RGB റാം ആണ്. 32 GB ആണ് മൊത്തത്തിലുള്ള റാം. ഇതിനകത്ത് 64 GB വരെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഈ മദർ ബോർഡിലുണ്ട്. ഗൈസ് അടുത്ത സ്റ്റോറേജ് എന്ന് പറയുന്നത് XPGയുടെ S70 Blade XPG സീരീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു SSD ആണ് S70 Blade. അതിന്റെ 1 TBയുടെ ഡുവൽ സ്റ്റിക്ക് ആണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്, പ്രൈമറിയിലും സെക്കൻഡറിയിലും. നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെക്കൻഡറിയിൽ നമ്മൾ 2 TB ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റിൽ ഇപ്പൊ തൽക്കാലം 2 TB മതി എന്നാണ്. ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും പുള്ളി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോട്ട് വേക്കൻസി നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. ലിക്വിഡ് കൂളർ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ PC-യിൽ നിങ്ങൾക്കറിയാം 9950X 3D എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള യൂസേജിനാണ് അത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 360mm ലിക്വിഡ് കൂളറിലായിട്ടാണ് പോയിരിക്കുന്നത്. 360യിൽ ടോപ്പ് ഓഫ് ദ മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഈ ഒരു ബിൽഡിൽ നമ്മൾ അത്രയും ഓവർ കില്ല് ചെയ്ത് പോയിട്ടില്ല എങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് MSIയുടെ കോർ ലിക്വിഡ് A13 എന്ന് പറയുന്ന ഒരു മോഡലാണ്. A13 360mm ലിക്വിഡ് കൂളറാണ്, ബ്ലാക്ക് കളറിലാണ്. ഇതിന്റെ തന്നെ വൈറ്റ് വേരിയന്റ് ഉണ്ട്, പക്ഷേ നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാൻസിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഫാൻസും സ്കൈ ഫ്ലോ ഫാൻസ് ആണ്. ആന്റി സ്പോർട്സിന്റെ സ്കൈ ഫ്ലോ ഇൻഫിനിറ്റി ഫാൻസ് ആണ്. അതുകൊണ്ട് തന്നെ സൈഡിൽ ഒരു ഇൻഫിനിറ്റി മിറർ കൈൻഡ് ഓഫ് എ ഫിനിഷിംഗ് ഈ ഒരു ഫാനിന്റെ കൂടെ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു എസ്തെറ്റിക്സ്ലി പ്ലീസിംഗ് ആയിട്ടുള്ള ബിൽഡ് നോക്കുകയാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് ഒരു എന്താ പറയുക റീസണബിളി ഒരു പ്രൈസിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. പക്ഷേ PWM എയർ ഫ്ലോ ആണ് നിങ്ങളുടെ മെയിൻ കൺസേൺ, അല്ലെങ്കിൽ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലിയാൻഡിയുടെ യൂണിഫാൻസ് SL സീരീസ് TL സീരീസ് ഒക്കെ പ്രിഫറബിൾ ആണ്. പക്ഷേ പ്രൈസ് ഒബ്വിയസ്ലി ഈ ഒരു 3000 രൂപയ്ക്കകത്ത് ഈ ഒരു ഫാനിന്റെ ട്രിപ്പിൾ ഫാൻ കിറ്റ് കിട്ടുമ്പോൾ ആ ഫാൻസിന്റെ വില 7000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പം പ്രിറ്റി എക്സ്പെൻസീവ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സണലി പ്രിഫറിംഗ് ലിയാൻഡിയാണ് കേട്ടോ. ഗൈസ് അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഒരു പെർട്ടിക്കുലർ 9950X 3D പോലത്തെ ഒരു പ്രൊസസറിന് അല്ലെങ്കിൽ നിങ്ങൾ 9800X 3D ആയാലും ഈ സീരീസിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒബ്വിയസ്ലി ചിലപ്പം 5060 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് ഒരു മിഡ് ലെവൽ കാർഡ് എന്ന് പറയുന്ന 5070 ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൊഡാക്കിന്റെ RTX 5070 സോളിഡ് OC എഡിഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MSI യൂസ് ചെയ്യാവുന്നതാണ്, അതേപോലെ തന്നെ ASUS യൂസ് ചെയ്യാവുന്നതാണ്. 12GB GDDR7 മെമ്മറിയിൽ 12GB VRAM വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്,
സ്ട്രീമിംഗ് എന്ത് തന്നെ ആയിക്കോട്ടെ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് 4K വീഡിയോ വർക്കുകൾ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. അത് എൻ്റെ ഒരു അഷുറൻസ് ആണ്. നമ്മൾ ആക്ച്വലി ഇതേപോലത്തെ ബിൽഡുകൾ ഇഷ്ടംപോലെ ബിൽഡുകൾ പി സി ബിൽഡുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എസ്തെറ്റിക്സും കൂടെ നോക്കിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്യാബിനറ്റ് ചോയ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വൺ ടൈം പർച്ചേസ് ഒക്കെ നമ്മൾ ഒരു പി സി ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്യാബിനറ്റ് സ്വിച്ച് ചെയ്യാറോ അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാറില്ല. ഇതേപോലത്തെ കുറച്ച് പ്രീമിയം ക്യാബിനറ്റുകളിൽ നിങ്ങൾ ഒരു പി സി ബിൽഡൊക്കെ ചെയ്യുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗൈസ്, അടുത്ത പവർ സപ്ലൈ ഓഫ് ദ പി സി എന്ന് പറയുന്നത് ഡീപ് കൂളിന്റെ PN850 ഗോൾഡ് സർട്ടിഫൈഡ് മോഡുലാർ PSU ആണ്. കൂടുതലൊന്നും പറയാനില്ല. ഡീപ് കൂൾ ആണ്, 5 to 10 ഇയേഴ്സോളം വാറണ്ടി ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു PSU. ഇപ്പോൾ ലിയാൻ ലീ എന്ന് പറയുമ്പോൾ ഓവറോൾ കുറേ വർഷമായിട്ട് ലിക്വിഡ് കൂളിംഗ് കസ്റ്റം ലൂപ്പിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ അവരിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലിയാൻ ലീയുടെ O11 വിഷൻ. അപ്പം ഈ ക്യാബിനറ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഫുൾ ഒരു ഗ്ലാസ് പാനൽ വരുന്നുണ്ട്. ഫ്രണ്ടിലും ഗ്ലാസ് ആണ്, സൈഡിലും ഗ്ലാസ് ആണ്. എയർ ഫ്ലോയ്ക്ക് വേണ്ടി ബാക്കിലാണ് അവർ വെന്റിലേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്വിച്ച് മെക്കാനിസംസ് എല്ലാം സൈഡിലുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബിൽഡാട്ടോ. ഗൈസ്, ഈ ഒരു ക്യാബിനറ്റിന് നിയർലി 13,000 രൂപ 14,000 രൂപയോളം റേറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാബിനറ്റിൽ ഫാൻസ് വരുന്നില്ല കേട്ടോ. ഫാൻസ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാവുന്നതാണ്. ഫാൻസ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങേണ്ടതാണ്. ഇനി ഈ ഒരു പി സിയുടെ ഓവറോൾ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസർ എടുത്തിട്ട് നമ്മളിപ്പോൾ അതിന്റെ ഒരു ബെഞ്ച് മാർക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നാറില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് ഓരോ രൂപ നിങ്ങൾ മുടക്കുന്നതിനും ഉള്ള വാല്യൂ ഫോർ FPS നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ 9950X3D പോലെ ഒരു 10,70,000 രൂപയോളം വില വരുന്ന ഒരു പ്രൊസസറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് ഒരിക്കലും അതിന്റെ ബെഞ്ച് മാർക്ക് അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം ഇതിൽ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ, അതിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ PC ഗീക്ക് ബോസിൽ നിന്ന് ബിൽഡ് ചെയ്തതിന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മറക്കാതെ നോക്കുക. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.